ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഞാനിവിടെ 3 കാർഡ് വെച്ചിട്ടുണ്ട്. ABC പേരിൻ്റെ ലെറ്റർ വരുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം. ഞാൻ ലെറ്റർ ആദ്യമേ നിങ്ങളുടെ നെയിമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനും എടുക്കാം. ആ തേർഡ് പാർട്ടിയുടെയോ പേരിൻ്റെ ലെറ്റർ ABC വരുന്നതാണ്. ABC വരുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ റെസനേറ്റ് ആകും. അല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളിത് തുടർന്ന് കാണാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് നിങ്ങളിലേക്ക് കടന്നു വന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ്. അമ്മയുമായിട്ട് ഒരു സ്ത്രീ, അമ്മയാവട്ടെ ഒരു ഫ്രണ്ട് ആവട്ടെ, ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷനിലോ അവരുടെ ഫ്രണ്ട്ഷിപ്പിലോ ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുമായിട്ടൊരു റിലേഷനിൽ വന്നതെങ്കിൽ നിങ്ങൾക്കും ഇത് കാണാവുന്നതാണ്. ഓക്കെ, അമ്മ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബ വീട്ടിലോ ആ ഒരു ഏരിയയിലുള്ളതോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. 2 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻസ്, 3 ഓഫ് സോഡ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾക്കും ഈ റീഡിങ് കാണാവുന്നതാണ്. ഓക്കെ, തുടർന്ന് ഞാൻ ഇപ്പം എയും ബിയും സിയും ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് റെസനേറ്റ് ആകുന്ന രീതിയിൽ എടുക്കുന്നതാണ്. തുടർന്ന് ഞാൻ ലെറ്റേഴ്സ് എടുക്കും. ഓക്കെ, നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാണ്ട് വന്നേന്ന് നോക്കാം. ഏരീസ് വന്നിട്ടുണ്ട്, സ്കോർപിയോ, സജിറ്റേറിയസ്. ഏരീസ് ആകുമ്പോഴത്തേക്ക് മേഡം, ധനു, വൃശ്ചികം, ധനു, ലിബ്ര, തുലാരാശി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. ഈ 2 ഓഫ് വാൻസ് ഓക്കെ, പ്ലീസ് കേഡ് ബി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ്? പ്ലീസ് കേഡ് ബി മദർ യൂണിവേഴ്സ്. ഇപ്പോൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി, മാനസിക സംഘർഷത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുകയാണ്. വളരെ പെയിനാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ വളരെ ദൂരത്തിലാണ്. ഒരു ഡെവൽ എനർജിയാണ് നിങ്ങളിപ്പോൾ ഭരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. മറ്റ് ചില വ്യക്തികൾ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ട് അതിനെ താറുമാറാക്കിയിരിക്കുകയാണ്. ഇപ്പം ആ ബാലൻസ് ഇല്ലാതെ പോവുകയാണ്. ഇവിടെ പിറകിൽ കാണുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം കണ്ടില്ല, ആ സമുദ്രം ഇളകി മറിയുന്നതായിട്ട് കാണുന്നില്ലേ? ഇപ്പോൾ ബാലൻസിങ്ങിൽ ഇല്ലാതെ പോവുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് നിങ്ങളുമായിട്ട് കുറേ സംസാരങ്ങളും വഴക്കും ബഹളവുമായിട്ട് പോവുകയാണ്. നിങ്ങളിപ്പോൾ ഒരു മാനസിക പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്കിത് ബാലൻസ് വരുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വിഷമം മാറിയിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറും. ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങളെ പുറകിൽ നിന്ന് ആരൊക്കെയോ കുത്തി, നിങ്ങളറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തരുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എനർജി, മറ്റുള്ളവരുടെ ദൂഷണം പറച്ചിൽ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നല്ല രീതിയിൽ പെയിൻ നിങ്ങളെ അനുഭവിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മാനസികമായി തകർക്കുന്ന രീതിയിൽ മറ്റ് ചില വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അവസാനം വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് ബ്രൈറ്റ്നെസ്സിലേക്ക് വെളിച്ചത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അവസാനം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. പക്ഷേ അത് നിങ്ങളുടെ അവസാനമല്ല, ഒരു ആരംഭം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു ഡെവൽ എനർജിയുടെ പ്രവർത്തനത്തിൽ കൂടിയാണ്. മറ്റ് ചില ഭീഷണിപ്പെടുത്തിയും ചില ദുർചിന്തകളാലും അവരുടെ ഈഗോ കൊണ്ടുവന്ന് നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി, ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ ലവ് റിലേഷനിലായിരിക്കാം. ഈ തേർഡ് പാർട്ടി വന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡെവൽ എനർജി വന്ന് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ചിലപ്പോൾ ഇത് ഒരു പക്ഷേ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെയും തങ്ങളിൽ ഒരു ദൂരം കൊണ്ടുവന്നത് ഈ തേർഡ് പാർട്ടി തന്നെ ആയിരിക്കും. ഈ തേർഡ് പാർട്ടിക്ക് ഒരു പക്ഷേ നിങ്ങളോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നായിരിക്കാം, ശാരീരികമായിട്ടുള്ള താല്പര്യം. ഓപ്പോസിറ്റ് സെക്സുകൾ മാത്രം എടുക്കുക.
ഓക്കെ. നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫീമെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോടോ അവർക്ക് സെക്ഷൽ ആയിട്ടുള്ളൊരു താല്പര്യം തോന്നിയതിൻ്റെ പേരിലാണ് നിങ്ങളുടെ ഇടയിൽ അവരൊരു തകർച്ച, നിങ്ങളുടെ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 2 വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 18, 6, 1, 10, 6 വീണ്ടും വന്നിട്ടുണ്ട്, 15. ഓക്കെ. കാപ്രിക്കോൺ, ജെമിനി, പൈസിസ്. ഓക്കെ. കാപ്രിക്കോൺ വരുമ്പോഴത്തേക്ക് മകരമാസം, ജെമിനി മിഥുനം, പൈസിസ് മീനമാസം. ഓക്കെ. അടുത്ത നോക്കാം. ഇപ്പം ഈ ഒരു എനർജി ആർക്കാന്ന് നോക്കുക. നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാത്ത രീതിയിൽ ആരൊക്കെയോ നിങ്ങളുടെ പേഴ്സണെ ദൂരേക്ക് മാറ്റിയിരിക്കുന്നു എങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല, ദൂരമാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ കടന്നു വരുന്നതിനായിട്ടുള്ള ഒരു പോസിറ്റീവും കാണുന്നില്ല. വിഷമങ്ങളാണ്, വാളുകളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, ഡബിൾ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ദൂരം കൂടി നിൽക്കുകയാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചില സ്പെല്ല് വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ വരത്തില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചില സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇത് ആരുടെ എനർജിയാണെന്ന് നോക്കുക. നിങ്ങളുടെ എനർജി ആണെങ്കിൽ, ഇപ്പം എ എന്ന ലെറ്ററിൽ തുടങ്ങിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ആണ് എ എന്ന ലെറ്ററിലാണെങ്കിൽ ഓക്കെ, ശരി. നിങ്ങളുടെ തേർഡ് പാർട്ടിയാണ് എ എന്നുള്ള, നിങ്ങൾക്ക് തേർഡ് പാർട്ടിയെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രം എ എന്നുള്ള ലെറ്ററിലാണ് തുടങ്ങുന്നതെങ്കിൽ ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന പൈസീസ്, ജെമിനി, കാപ്രിക്കോൺ, ഏരീസ്, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ. അപ്പം അടുത്ത നോക്കാം. ബി എന്ന ലെറ്റർ, ഇത് ചില വ്യക്തികൾക്ക് ഇങ്ങോട്ടും ആകാം. ബി എന്നുള്ള ലെറ്ററുകാർക്ക് ഇതും ചിലപ്പം എനർജി ആകാം. ഒരു പ്രത്യേക രീതിയിൽ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കാർഡ്. ഓക്കെ. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? ചില ജോലിക്ക് വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്ത വ്യക്തിയാണോ നിങ്ങളുടെ പേഴ്സൺ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഇഗ്നോർ ചെയ്ത വ്യക്തിയാണോ നിങ്ങളുടെ പേഴ്സൺ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? 2 ഓഫ് വാൻസ്, 2 ഓഫ് സോഡ്. യെസ്, ഇഗ്നോറിങ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും പെയിൻഫുൾ സിറ്റുവേഷനാണ്, വളരെ വേദനയിലാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു എനർജിയിലുള്ള വ്യക്തികൾ വളരെ വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. വളരെ പെയിനാണ്, ഡിപ്രഷനാണ്. ചില സാഹചര്യങ്ങളെ അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. റിലേഷൻ വേണോ, ജോലി വേണോ, അതോ കുടുംബം വേണോ, ഫാമിലി വേണോ എന്നുള്ള രീതിയിൽ വളരെ ടെൻഷനായിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നേരിടുന്ന വ്യക്തികളുണ്ട്. ഓക്കെ. ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് പോകുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആരെങ്കിലും നിങ്ങളെ സാമ്പത്തികമായിട്ട് ചില വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് കഠിനമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. അതല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കുറച്ച് സാമ്പത്തികം എടുത്തുകൊണ്ട് നിങ്ങളെ ഇഗ്നോർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ആ പൈസയും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, എന്നാൽ ആ പേഴ്സൺ തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ. നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ. ഇത്രയും കഠിനമായിട്ടിരിക്കുന്ന, കാരണം ജോലിയുടെ പ്രശ്നം, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമായിരിക്കുന്നു, പേഴ്സൺ തിരിച്ചു വരുന്നില്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമോ അതോ ഇതിൽ തന്നെ നിൽക്കണമോ, തിരിച്ച് പണം കിട്ടുമോ, എന്താണ്? റിലേഷനും പോയി പണവും പോയിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഈ ഒരു എനർജിയിലുള്ള വ്യക്തി എന്താണ് അടുത്തതായി ചെയ്യേണ്ടത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ കാർഡിനെയും എന്നെയും ഞാൻ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും ശക്തമേറിയ എനർജിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു. ഈ പ്രതിസന്ധിയിലായിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഒരു സൊല്യൂഷൻ
യൂണിവേഴ്സിൽ നിന്ന് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്താണ് എൻ്റെ വ്യൂസ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ഈ ഒരു സമയം എൻ്റെ വ്യൂസ് ചെയ്യേണ്ടത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 5 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല. ഓക്കെ, ഇത് മൂവ് ഓണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളിപ്പോൾ ആകെ മാനസികമായിട്ട് ഒരു രോഗി എങ്ങനെയാണോ അതുപോലെ ആയി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ മാനസികമായി തകർന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഡിപ്രഷൻ ആണോ? എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ നടക്കുന്നു എന്നുള്ളതല്ല, മാനസികമായിട്ടുള്ള കാര്യത്തെയാണ് പറയുന്നത്. നിങ്ങൾ ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ കരയാനല്ല യൂണിവേഴ്സ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക, സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാം. ജുഡീഷ്യലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പ്രൂഫോ മറ്റോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അത് വാങ്ങിയെടുക്കാവുന്നതാണ്. നിങ്ങൾ അത്രയും ടെൻഷനിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങളത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഭാവിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഭയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആകുക. നിങ്ങളെ ചതിച്ചു പോയവർക്ക് അങ്ങനെ അത്രയും പണമൊന്നും കൊടുത്ത് നിങ്ങൾ നിൽക്കേണ്ട. അത് ജഡ്ജിമെൻ്റലായിട്ട് അല്ലെങ്കിൽ കോടതിപരമായിട്ട് കേസ് പരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഇത് റെസനേറ്റ് ആകുന്നവർക്ക് എടുക്കാം. ഓക്കെ, ഇതല്ല കേസുമായിട്ടല്ല പോകുന്നു എന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഈ വ്യക്തികൾ നിങ്ങളെ ഒരുപാട് നാൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി തന്ന് അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ വന്ന വ്യക്തികളല്ല. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന വ്യക്തികളാണ് ഈ വ്യക്തികൾ. അപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ധനനഷ്ടങ്ങളും മാനഹാനികളും നിങ്ങളുടെ സമയം സന്തോഷം എല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങളെ വീണ്ടും വീണ്ടും കണ്ണീരിൽ ആഴ്ത്തത്തെ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ചതിക്കുവാൻ ഇടയാക്കാതെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവറൊക്കെ ഒരു റിലേഷൻ വരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് 1-2 പ്രാവശ്യം ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് ഡെവിൾ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ആ ഒരു ഡെവിൾ പറയും. കാരണം ചില സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വേണോ വേണ്ടേ എന്നുള്ള ഒരു റിലേഷനിൽ കടക്കുന്നതിന് മുമ്പ് 2 മനസ്സോടു കൂടിയാണ് വരുന്നതെങ്കിൽ അവിടെ ഡെവിളിൻ്റെ എനർജിയാണ് വരുന്നത്. അത് നിങ്ങൾ ഒന്നും കൂടി ഇരുത്തി ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഡെവിൾ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള വേദനകൾ കൊണ്ട് തന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം, നിങ്ങൾ സ്ട്രോങ് ആവണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇതാരുടെ എനർജി എന്നറിയുന്നില്ല. നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും ഈ ഒരു എനർജി എന്ന് പറയുന്ന ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലുള്ള എനർജിയാണ്. പേഴ്സൺ തിരിച്ചു വരുന്നതിനുള്ള എനർജി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. റീയൂണിയൻ്റെ ഇത് കാണുന്നില്ല. ഇപ്പം ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നല്ല വേദനിച്ച് നിൽക്കുന്ന എനർജിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം തുടർന്ന് കാണുക. ഓക്കെ, നിങ്ങളുടേത് അത്രയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക വീഡിയോ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഹാപ്പിയായി പോകുന്നതിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു പക്ഷേ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നതായിരിക്കാം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് വരിക തന്നെ ചെയ്യും. 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തായിരുന്നാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരെണ്ണം കിട്ടി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. തേർഡ് പാർട്ടി എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകും. സമയം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എന്താണോ നഷ്ടമായത് അത് മുഴുവനായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. വിവാഹം, കമ്മിറ്റ്മെൻറ്റ്, സന്തോഷം, വിജയം, തേർഡ് പാർട്ടിയിലുള്ള വിജയങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് എത്രയും പെട്ടെന്ന് ഇത് അവരുടെ ജീവിതത്തിൽ വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് ഞാൻ ഈ എനർജിയെ സമർപ്പിക്കുന്നു. എൻ്റെ വ്യൂവേഴ്സിന് എത്രയും പെട്ടെന്ന് തന്നെ വിജയം നേടിയതിനായി ഞാൻ നന്ദി പറയുന്നു. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഈ എനർജി നിങ്ങൾ ഏറ്റെടുത്തുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കടന്നു
വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നോർമലായിട്ടൊരു റീയൂണിയൻ ഇല്ലാത്തൊരു എനർജിയാണ് ഇതെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ യൂണിവേഴ്സ് തന്നതിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഒരു ചെറിയ റീഡിംഗ് ആണ്, നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു. ബോസ് ഈ നമ്പർ പറഞ്ഞല്ലോ, 952 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 9-ാം മാസം, 5-ാം മാസം, 2-ാം മാസമൊക്കെ നിങ്ങൾ എടുക്കുക. ഫെബ്രുവരി, ഓക്കെ, ഏപ്രിൽ, മെയ് ഒക്കെ എടുക്കുക. ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് സൈൻ എന്ന് പറയുന്നത് ലിബ്ര വന്നിട്ടുണ്ട്, തുലാരാശി വന്നിട്ടുണ്ട്, ടോറസ് വന്നിട്ടുണ്ട്, ഇടവം വന്നിട്ടുണ്ട്, ജെമിനി, മിഥുനം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ലിബ്ര തുലാമാസം, ലിയോ വന്നിട്ടുണ്ട്, ചിങ്ങമാസം വന്നിട്ടുണ്ട്, പൈസീസ് വന്നിട്ടുണ്ട്. നമുക്ക് ക്ലൂസും കൂടി എടുക്കാം. ഓക്കെ, അപ്പം ഈ ക്ലൂസിൽ ഇത് ഇത്രയും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ക്ലൂസ് വരുന്നതെന്ന് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് കറക്റ്റ് ക്ലൂസ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് കറക്റ്റ് ക്ലൂസ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഒരു വി എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്, ആസ്മ വന്നിട്ടുണ്ട്, കമ്പനി, ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ചാരുമൂട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മാർക്കറ്റ്, എന്തെങ്കിലും മാർക്കറ്റിംഗ് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ജോലിയുള്ള വ്യക്തിയായിരിക്കാം, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച വ്യക്തികളായിരിക്കാം, ബേബി, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പേര് ബേബി എന്നുള്ളതായിരിക്കാം, മാഹി, വടകര. ഓക്കെ, എസ് എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്, ഏജാണ് വന്നിരിക്കുന്നത് 25, 37. ഏജ് വീണ്ടും വന്നിട്ടുണ്ട് 49, 56, 59. മാർക്കറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. താങ്ക് യു. മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് ആയിരിക്കാം. ഫോൺ നമ്പർ, നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ തേർഡ് പാർട്ടിയുടെയോ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് 7 എന്നായിരിക്കാം. ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറായിരിക്കാം റെഡ് കളർ. മലപ്പുറം എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, 45, 52 വന്നിട്ടുണ്ട്. പോൾ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോൾ വരുന്നുണ്ട്. സുരേഷ്. ഓക്കെ, സന്ധ്യ. താങ്ക് യു യൂണിവേഴ്സ്. പന്തളം, ഓമല്ലൂർ. ഓക്കെ, കോഴിക്കോട് വന്നിട്ടുണ്ട്, JVB വന്നിട്ടുണ്ട്, പയ്യന്നൂർ വന്നിട്ടുണ്ട്, സരിത എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്, മുഹമ്മദ് വന്നിട്ടുണ്ട്. മുഹമ്മദ് ആരുടെയെങ്കിലും പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കാം മുഹമ്മദ് എന്നുള്ളത്, അല്ലെങ്കിൽ പേര് തന്നെ ആയിരിക്കാം. മൊബൈൽ ഷോപ്പ്, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈലിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തങ്ങളിൽ അടിയോ വഴക്കോ ഉണ്ടായിട്ടുള്ളത്. വടകര, പയ്യോളിയാണേ. ഓക്കെ, വടകര, പയ്യോളി. മ്യൂസിക് പഠിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് ഇൻസ്ട്രുമെൻറ്റ് വിൽക്കുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പാടുന്ന വ്യക്തിയായിരിക്കാം. വൃശ്ചിക മാസം വന്നിട്ടുണ്ട്, നഴ്സ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെ ജോലിയായിരിക്കാം. പരവൂർ, കൊട്ടാരക്കര വന്നിട്ടുണ്ട്, മലപ്പുറം, ബാലശ്ശേരി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ റീഡിംഗ് ആണ്, ഞാൻ ഒരുപാട് കാർഡ് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ലൈക്കും സപ്പോർട്ടൊക്കെ വളരെ കുറവായിട്ട് വരുന്നു. എല്ലാവരും അല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പിന്നെ ചില വ്യക്തികൾ, ഞാനെന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു വേലക്കാരി മാത്രമാണ്. യൂണിവേഴ്സ് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ എനർജി നിങ്ങളിലാണ് വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം യൂണിവേഴ്സിന് എന്തായാലും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ തരുന്നുണ്ട്. അത് ചില വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലരുടെയും ഉള്ളിൽ യൂണിവേഴ്സ് തന്നെ നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് യൂണിവേഴ്സ് എൻ്റെ ശബ്ദത്തെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഞാനും എൻ്റെ കാർഡിനെയും ഞാൻ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു. എനിക്കിതിൽ യാതൊരു ഇതുമില്ല. എല്ലാം യൂണിവേഴ്സിൻ്റെ എനർജിയാണ്. മഹത്വം മുഴുവനും യൂണിവേഴ്സിന് മാത്രമുള്ളതാണ്. ഞാനിതിലൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ പഠിച്ച് വന്നതേ ഉള്ളൂ. ആ ഒരു ഇതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും യൂണിവേഴ്സിന് മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ താങ്ക്സ് എല്ലാം യൂണിവേഴ്സിനുള്ളതാണ്. ഓക്കെ, താങ്ക് യു.